നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീട്ടിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് ബെൽറ്റ് ചെയ്യുന്നത് കാണുന്നത്. ബെൽറ്റിൻ്റെ സാധാരണ എല്ലാടിക്കും പല അടിച്ചിട്ടാണ് ബെൽറ്റിൻ്റെ കമ്പിയൊക്കെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ രണ്ട് സൈഡിലും ഷീറ്റാണ് വെക്കുന്നത്. നടുവിൽ കമ്പി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പി റിങ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഷീറ്റാണ് ഇതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഷീറ്റ് വെച്ചിട്ട് ഒരു സൈഡിൽ 4 കമ്പി ഇതുപോലെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കമ്പിക്ക് രണ്ട് സൈഡിലും കവറിങ് കട്ട വെച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റിങ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഷീറ്റ് റെൻറ്റിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡൊക്കെ മരക്കഷ്ണം വെച്ചിട്ട് നല്ല ടൈറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെങ്ങിപ്പോവും. അപ്പോൾ ഏകദേശം ബെൽറ്റിൻ്റെ ഇത് ഫുള്ള് ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് പല ജോയിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒരുപാട് ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ വർക്ക് നീങ്ങിയിട്ടുണ്ട്. 2 കമ്പി അടിച്ചതിന് ശേഷം ഒരു ബാർ ഇട്ടിട്ട് കാണാം, വീഡിയോ കാണാം, ടൈറ്റ് ചെയ്ത് കാണാം. സൈഡൊക്കെ തെങ്ങിപ്പോകാതിരിക്കാൻ കല്ല് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് കുത്തു കൊടുത്ത് സൈഡിൽ ബാർ കണക്ട് ചെയ്ത് കാണാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി കോൺക്രീറ്റ് ആണ്. ഇപ്പോൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇവർ ആദ്യമായിട്ടാണ് ഈ ഷീറ്റ് കൊണ്ട് ബെൽറ്റ് അടിച്ചത്. ഇപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഷീറ്റ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഷീറ്റ് ഇളകിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറിപ്പോകും. കുഴപ്പമൊന്നുമില്ല. നമ്മളെ മേസ്റ്റിനാണിത്. മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഷീറ്റ് പറഞ്ഞത്. ലൈറ്റ് വെക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വെക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കരിയർ ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഷീറ്റ് ഫുള്ള് ഇളക്കിയത്. നമ്മൾ പല അടിച്ചതാണെങ്കിൽ എനിക്കൊന്ന് 2-3 ദിവസം ഷീറ്റ് ഇളക്കി ആണിയൊക്കെ പിടിച്ച് ഒരുപാട് സമയമെടുക്കും. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഷീറ്റ് ഫുള്ള് കഴിച്ച് ഷീറ്റിന് പുറമേ ചില സ്ഥലത്തൊക്കെ പലയും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിരുന്നു. നല്ല ഇളക്കി ഇതിൻ്റെ ആണിയൊക്കെ പിടിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഇവരത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കയറ്റി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷീറ്റാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കുറച്ച് പണി ലാഭമുണ്ട്, ആണി ഒരുപാട് ലാഭം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ റെൻറ്റിൽ മേക്കപ്പ് ആകുന്നുണ്ട്. മെയിനായിട്ട് ഇതിന് വർക്ക് പല അടിക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. ഷീറ്റാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് വർക്ക് നീങ്ങിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇവർ ഷീറ്റ് ഫുള്ള് പൊളിച്ച് മാറ്റിയത്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഷീറ്റൊക്കെ മാറ്റി ഇത് തറയാണ് വരുന്നത്. ഇതിൻ്റെ മുകൾ വശം ഒരു വരി കല്ല് വെക്കുന്നുണ്ട്. തറേൻ്റെ ഹൈറ്റ് 3 വരിക്കല്ലിൻ്റെ ഹൈറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം കല്ലൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ മേസ്തിരിമാർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഏകദേശം തറയായിട്ടുണ്ട്. ഇനി നമുക്ക് തറയിൽ മണ്ണിടുന്നതാണ് വേണ്ടത്. മണ്ണിട്ടിട്ട്
തറൻ്റെ പണി ഏകദേശം ക്ലിയറാവും. ഏകദേശം കല്ലൊക്കെ കെട്ടി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും നമസ്കാരം.